നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. വയനാട് കുടിയേറ്റത്തിന്റെ കാഠിന്യം കണ്ടറിഞ്ഞ വയനാടിന്റെ മണ്ണിൽ ആത്മീയതയുടെ വിത്തുകൾ പാകിയ ജനത. 1940കളിൽ ആരംഭിച്ച കുടിയേറ്റം 1950കളിലെത്തിയപ്പോൾ 32 കുടുംബങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. വയനാടിന്റെ ഭൂമിശാസ്ത്രപരമായ കാഠിന്യതയിൽ ഒരിടം കണ്ടെത്തി അവർ സ്വയം വഴിതെളിക്കുകയായിരുന്നു. ജീവവായു പോലെ തന്നെ ആത്മീയതയുടെ അംശം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് അതിയായി മോഹിച്ച പിതാമഹന്മാർ കഠിന ത്യാഗപൂർണമായ വഴിത്താരകൾ തുറന്ന് ജീവിതത്തിൽ ആത്മീയതയെ കുടിയിരുത്തി. പ്രകൃതിയുടെ ക്രൂദ്ധനോട്ടത്തിൽ ഭയചകിതരായ ഒരു ജനത സ്തബ്ധരായി നോക്കി നിന്നില്ല. വീറോടെ കാടിനോടും കാട്ടാറിനോടും പൊരുതി അതിജീവനത്തിൻ്റെ കഠിന നാളുകൾ താണ്ടി കാലത്തിൻ്റെ വക്ഷസിൽ കടപുഴകി നിലംപതിക്കുന്ന കൂടപ്പിറപ്പുകളുടെ നിലവിളികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥനാപൂരിതമായ ജീവവായു പ്രസരിപ്പിച്ചു ഭൂമിയാകെ. ഇന്നിവർ സന്തോഷം തിരതല്ലുന്ന നാളുകൾ കണ്ടുണരുന്നു. പോരൂർ, വാളാട്, ആറോല, യവനാർകുളം, മുതിലേരി, വെൺമണി, ചുള്ളി, കണ്ണോട്ടുമൂല, കാട്ടിമൂല, ഈ ദേവാലയത്തിന് ചുറ്റും വിന്യസിച്ച് കിടക്കുന്ന ഈ പ്രദേശങ്ങളൊക്കെ ഇന്ന് ഈ പേരൂർ ഇടവകയെ സമ്പുഷ്ടമാക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് ആത്മീയതയുടെ ദിവ്യപ്രകാശം പരത്തി ഈ പ്രദേശത്തിൻ്റെ ഐശ്വര്യസമ്പൂർണമായ ഉന്നമനത്തിന് നിദാനമായി ഈ ദേവാലയം മാറിക്കഴിഞ്ഞു. ഇതര സംസ്കാരങ്ങളുടെ സംഗമഭൂമിയായ വയനാടിൻ്റെ ഹൃദയമണ്ണ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പ്രദേശം ദൈവത്തിൻ്റെ പരിപൂർണമായ സംരക്ഷണത്തിലാണ്. മണ്ണിൻ്റെ മണവും കാടിൻ്റെ രൗദ്രഭംഗിയും മലമടക്കുകളുടെ സംരക്ഷണവും ഈ പ്രദേശത്തിനെ സമ്പൽ സമൃദ്ധിയിൽ ആറാടിക്കുന്നു. ഒരു ജനതയുടെ സായുജ്യത്തിൻ്റെ നാളുകളാണിത്. സൂര്യനുദിക്കാത്ത നാടായും കാളവണ്ടി യുഗത്തിൻ്റെ നാടായും വയനാടിനെ കണ്ടറിഞ്ഞ ജനത പക്ഷേ ഇന്ന് ഉയർച്ചയുടെ പടവുകൾ കണ്ടറിഞ്ഞു. വികസനത്തിൻ്റെ വഴിത്താരകളിൽ പുതിയ കാലത്തിൻ്റെ പടവുകൾ താണ്ടുന്നു. ആത്മീയതയുടെ പച്ചപ്പുകൾ ഈ പ്രദേശമാകെ വ്യാപിച്ചു. ഇന്ന് നിറഞ്ഞ സന്തോഷാധിരേകത്താൽ ആത്മീയ നിറദീപങ്ങൾ തീർക്കുന്നു ഇവിടെ. ഈ കുരിശിൻ്റെ പ്രഭ, ഈ ദീപനാളത്തിൻ്റെ പ്രകാശം ഇവിടമാകെ പ്രസരിക്കുന്നു. ഈ ആത്മീയ നായകൻ ഈ ജനതയുടെ വഴികാട്ടിയാകുന്നു. മാർഗദീപങ്ങൾ ഒരുക്കി ഈ ക്രാന്തദർശി ഈ നാടിന് തന്നെ വെളിച്ചമേകുന്നു. ഈ ദേവാലയ തിരുമുറ്റത്തു നിന്നും ഈ ഇടയൻ്റെ ഇടയഗാനം ഒരു ഉണർത്തുപാട്ടായി ഇവിടമാകെ വഴിഞ്ഞൊഴുകുന്നു. സഹൃദയരെ, പോരൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് നിങ്ങളുടെ മുമ്പിൽ അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു. ബോധിവൃക്ഷം. ഈ നാടകം എഴുതിയത് എൻ്റെ സുഹൃത്തും സംവിധായകനുമായ ശ്രീ അബ്ബാസ് ഖാൻ. ഈ നാടകത്തിൻ്റെ സംവിധാനം നിർവഹിച്ചത് ജോസ് പോരൂർ. പ്രിയരെ, ഈ നാടകത്തിലൂടെ ഞങ്ങൾ പറഞ്ഞു വെക്കുന്നത് മാതാപിതാക്കൾ ചെയ്ത തെറ്റ് അവരെ ദൈവം ഏദനിൽ നിന്നും പുറത്താക്കുന്നു. ഈ ഭൂമിയിൽ അവർ അനുഭവിച്ച കഷ്ടതകൾ, ദുഃഖദുരിതങ്ങളെല്ലാം നിങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങൾ പറഞ്ഞു വയ്ക്കുകയാണ്. ഈ കഥയുടെ അവസാനത്തിലേക്ക് ആദിമാതാപിതാക്കളായ ആദത്തിനും ഔവയും ജനിക്കുന്ന മക്കൾ കായേനും ആബേലും, തലമുറകളിലൂടെ ആ കടന്നു വരുന്ന തിന്മ അവരിലും ആവർത്തിക്കപ്പെടുന്നു. സ്വന്തം സഹോദരനെ കൊന്ന് കായേൻ ആ തെറ്റ് ആവർത്തിക്കുന്നു. സന്തത സഹചാരിയായ സാത്താൻ ഏത് സമയവും മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കാൻ നമ്മുടെ ഒപ്പമുണ്ടെന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ നാടകം. ശേഷമായി പിന്നീട് കളിമണ്ണിനാൽ തീർത്തു തൻ പ്രതിരൂപത്തെ തൃപ്തി വരാൻ നരനിൽ നിന്ന് നാരിയെയും തീർത്തൊരു
സമർപ്പിച്ചു. സാത്താന്റെ വാക്കുകൾ കേട്ടവർ അരുതെന്ന് വിലക്കിയ കനി ഭുജിച്ചു. കോപിഷ്ഠനായി ദൈവം അവരെ ശപിച്ചു. പോകുക പരിശുദ്ധനായ ദൈവമേ, എന്റെ തെറ്റിന് നീ ഒരുക്കിയ ശിക്ഷയോ ഇത്? പറുദീസയ്ക്ക് പകരമായി നീ എനിക്ക് തന്ന ഭൂമി ഇതോ? എനിക്ക് പേടിയാകുന്നു. എനിക്ക് പേടിയാകുന്നു. എനിക്ക് പേടിയാകുന്നു. എനിക്ക് പേടിയാകുന്നു. എനിക്ക് പേടിയാകുന്നു. എന്റെ ഇണ എവിടെ? 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 എന്റെ ഇണ എന്റെ ഇണ വാനോളം ഉയർത്തി നിൽക്കും. നിങ്ങളാരെ? ഞങ്ങൾ മലകൾ. മലകളോ? അതെ, ഞങ്ങളില്ലെന്നാൽ മഴയില്ല, പുഴയില്ല, പൂക്കളുമില്ല. മലകളെ, നിങ്ങൾ എന്റെ ഇണയെ കണ്ടോ? മലകളെ, നിങ്ങൾ എന്റെ ഇണയെ കണ്ടോ? മലകൾ കണ്ടില്ല. പരിശുദ്ധനായ ദൈവമേ, ഞാൻ ഇനി അവളെ തേടി എവിടെ പോകും? ദൈവമേ, എന്റെ ഇണ. കുളിർ വിതറി ഒഴുകും. നിങ്ങളാരെ? ഞങ്ങൾ പുഴകൾ. പുഴകളോ? അതെ, ഞങ്ങളില്ലെന്നാൽ മണ്ണിലുറവയില്ല, ദാഹം തീർക്കാൻ തെളിയുമില്ല. പുഴകളെ, നിങ്ങൾ എന്റെ ഇണയെ കണ്ടോ? പുഴകളെ, നിങ്ങൾ എന്റെ ഇണയെ കണ്ടോ? പുഴകൾ കണ്ടില്ല. നിങ്ങൾ പറ, ഞാൻ ഇനി അവളെ തേടി എവിടെ പോകും? ഭൂമിയെ ചുറ്റും ആഴിയെ കണ്ടോ? കരയെ തഴുകും തിരയെ കണ്ടോ? അവരെവിടെയാണ്? ഞങ്ങൾ ഒഴുകുന്നത് അങ്ങോട്ട്. ഞങ്ങളോടൊപ്പം പോരുക. നിങ്ങളാണോ പുഴകൾ പറഞ്ഞ തിരകൾ? ഞങ്ങൾ തിരകൾ, കടലിന്റെ കരങ്ങൾ. തിരകളെ, നിങ്ങൾ എന്റെ ഇണയെ കണ്ടോ? തിരകളെ, നിങ്ങൾ എന്റെ ഇണയെ കണ്ടോ? കടലിലും കരയിലും വാനത്തിലുള്ളതും
രണ്ട് കൺകോണിലും നിഴലിച്ചൊരത്ഭുതം. അത് നിന്റെ ഇണയോ? അതെ, അത് തന്നെ. അവൾ എവിടെയാണ്? അങ്ങ് ദൂരേക്ക് നോക്കൂ. ആരെയോ തേടി തളർന്നിരുന്നു. എന്നോട് ക്ഷമിക്കൂ. എല്ലാത്തിനും കാരണം ഞാൻ തന്നെ. അരുതെന്ന് വിലക്കിയ കനി തിന്നതും നിന്നെ തീറ്റിച്ചതും ഞാൻ തന്നെ. എനിക്ക് പേടിയാകുന്നു. നമ്മൾ ഇവിടെ എങ്ങനെ കഴിയും? എന്നോട് വിലവെക്കുന്നത് എന്തിന്? നമ്മെ ഇങ്ങോട്ട് അയച്ചവൻ നമ്മെ രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനും അധികാരമുള്ളവനല്ലേ? അവൻ കാരുണ്യവാനും ദയാലുവുമല്ലേ? നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. ദൈവം ദയാലുവായിരുന്നെങ്കിൽ യാതൊരു നിങ്ങളെ പുറത്താക്കുമായിരുന്നോ? അറിവിന്റെ കരി നിങ്ങൾക്ക് നിഷേധിക്കുമായിരുന്നോ? നീ ഇവിടെയും വന്നോ ഞങ്ങളെ വീണ്ടും നാശത്തിലേക്ക് നയിക്കാൻ? നിങ്ങളുള്ളിടത്തോളം ഞാനും ഉണ്ടാകും നിങ്ങളെ നേർവഴിക്ക് നയിക്കാൻ. നീ പറഞ്ഞത് സത്യമെങ്കിൽ ദൈവം ഞങ്ങളെ ശിക്ഷിച്ചത് എന്തിന്? അത് നിങ്ങളോട് സ്നേഹമില്ലാത്തതിനാൽ, അല്ലെങ്കിൽ സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ ഏകനിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുമായിരുന്നു. സതിപ്പും മുള്ളുകളും നിറഞ്ഞ ഈ ഭൂമിയിലേക്ക് നിങ്ങളെ അയക്കുമായിരുന്നു. അറിവിന്റെ കനി നിങ്ങൾക്ക് നിഷേധിക്കുമായിരുന്നു. അവൻ വിധികർത്താവ്. അവനെ വിധിക്കാൻ ആർക്ക് സാധിക്കും? അതുകൊണ്ടാവും നിന്റെ ഇണയായവൾ കഷ്ടതയും വേദനയും സഹിച്ച് മക്കളെ പ്രസവിക്കട്ടെ എന്നും, നീ വിതയ്ക്കുന്ന വിത്തുകൾ ആരെയും മുഴുവായി മുളച്ചു പൊങ്ങട്ടെ എന്നും, നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ അപ്പം പുച്ചിക്കട്ടെ എന്നും അവൻ കൽപ്പിച്ചത് ഇത് വിധിയോ അതോ ശാപമോ? ഇവൻ ശപിക്കപ്പെട്ടവൻ, സാത്താൻ. നമുക്ക് വന്ന എല്ലാ കഷ്ടതകളും ഇവൻ നിമിത്തം. നമുക്കിവനിൽ നിന്നും ഓടി രക്ഷപ്പെടാം. എന്നിൽ നിന്നും മോടി അകലുകയോ? അത് അസാധ്യം. അതെ, ഞാൻ ശപിക്കപ്പെട്ടവൻ, സാത്താൻ. എന്നെയും ശപിച്ച് സ്വർഗത്തിൽ സുഖമായിരിക്കാമെന്നോ? ഇവരെയും ഇവരുടെ സന്തതികളെയും കൊണ്ട് നിന്റെ സ്വസ്ഥത ഞാൻ നശിപ്പിക്കും. ഇവരെ ഞാൻ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അന്ത്യനാൾ വരെ. പരിശുദ്ധനായ ദൈവമേ, ഈ ഭൂമിയാകെ ചൂടിനാൽ തിളയ്ക്കുന്നുവല്ലോ. ജന്തുക്കളും പറവകളും ഞങ്ങളുമെല്ലാം പരവശരായിരിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങൾ നൽകുന്ന ബലികളൊന്നും നീ സ്വീകരിക്കുന്നില്ലല്ലോ. കാലം എത്രയായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹേ മനുഷ്യ, ആ ശബ്ദം, അതെ, നമ്മൾ കാതോർത്തിരുന്ന ശബ്ദം. അങ്ങ് എവിടെയാണ്?
നാം നൽകുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ ഒരുക്കമോ? അങ്ങ് നൽകുന്ന ഏത് പരീക്ഷയും സ്വീകരിക്കുവാൻ ഞങ്ങൾ ഒരുക്കമാണ്. നല്ലത്. ഹേ പറവകളെ, നിങ്ങൾക്ക് ഭുജിപ്പാൻ കനിയും കൂടുപണിയുവാൻ ഇടവും തന്നാൽ അന്യന്റെ കൂട് ആക്രമിച്ച് സ്വന്തമാക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. അവനവന് വേണ്ടത് സ്വന്തമായി പണിയും. നല്ലത്. ഇന്നു മുതൽ നീ ഭുജിക്കും കനികളെല്ലാം നിനക്ക് മധുരമായിരിക്കും. ഏതു മരച്ചില്ലയിലും നിന്റെ കൂട് ഭദ്രമായിരിക്കും. ഹേ മൃഗങ്ങളെ, നിങ്ങൾക്കു മേയാൻ പുൽമേടും വിശ്രമിക്കാൻ ഇടവും തന്നാൽ അന്യനെ ആക്രമിച്ച് അവനുള്ളത് സ്വന്തമാക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. നല്ലത്. ഇന്നു മുതൽ നിങ്ങൾ തിന്നും ഇലകളെല്ലാം നിങ്ങൾക്ക് മധുരമായിരിക്കും. എല്ലാ വൃക്ഷങ്ങളും നിങ്ങൾക്ക് തണൽ തരും. ഹേ സ്ത്രീ, നിന്നെ ഞാൻ എൻ്റെ പ്രതിനിധിയാക്കും. സകല ജാതിയും നിന്നെ പുകഴ്ത്തും. എന്തിനും നീ കാരണമാകും. എന്തുകൊണ്ടെന്നാൽ നീ അമ്മയാകും. ത്യാഗം നിനക്കുള്ളതാകും. എന്നാൽ നീ നിന്റെ മക്കളെ എങ്ങനെ വളർത്തും? പരിശുദ്ധനായ ദൈവമേ, ഞാൻ എൻ്റെ മക്കളെ നിന്റെ സ്തുതികൾ പാടിയും വഴിതെറ്റുമ്പോൾ നിന്റെ ശാപത്തെക്കുറിച്ച് പറഞ്ഞും ശിക്ഷിച്ചും വളർത്തും. നിന്നിൽ നോം സംപ്രീതൻ. എന്നാൽ നിങ്ങൾക്ക് മരണമുണ്ടെന്ന് അറിയുമോ? മരണമോ? എന്നാൽ എന്ത്? ആത്മാവ് നിന്റെ ദേഹം വെടിയും. ഉണ്ടായിരുന്ന നീ ഇല്ലാതാകുന്ന അവസ്ഥ. അങ്ങനൊന്ന് എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല. അതു നീ കാണും നിന്റെ ഇണയിലൂടെ. എഴുന്നേൽക്ക്, 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 എഴുന്നേൽക്കാൻ. ദൈവമേ, ഇവൾ ഉണരുന്നില്ലല്ലോ. നിന്റെ ഇണ മരിച്ചിരിക്കുന്നു. നിനക്കതിൽ ദൃഷ്ടാന്തമുണ്ട്. ചലനം പ്രപഞ്ച സത്യമാകുന്നു. ചലനം സ്നേഹമാകുന്നു. സ്ത്രീയില്ലെങ്കിൽ ചലനമില്ല, പ്രപഞ്ചവുമില്ല. അതുകൊണ്ട് നാം നിനക്ക് മറ്റൊരിണയെ പകരം തരാം. വേണ്ട, വേണ്ട, എനിക്ക് മറ്റൊരിടയെ വേണ്ട. നിന്നിൽ ഞാൻ തൃപ്തൻ. നീ സ്നേഹമെന്തെന്നറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിന്റെ ദൈവമിതാ നിനക്ക് മഹത്തായൊരു ഉപഹാരമൊരുക്കുന്നു.
ആ കാണും വൃക്ഷത്തിൽ നിന്ന് ആവോളം കനി ഭുജിച്ചുകൊള്ളുക. ഈ വൃക്ഷമോ? ഇത് നീ എനിക്ക് ഏതെങ്കിലും വിലക്കിയതല്ലേ? ഇനി ഒരു കനിയും നിനക്ക് വിലക്കപ്പെട്ടതല്ല. ഇത് നിന്റെ ജ്ഞാനവൃക്ഷം, നിനക്കുള്ള ബോധിവൃക്ഷം. ഇതുകൊണ്ട് നിന്റെ വർഗം നാഗരികതയെ പണിയും. എന്നാൽ എന്ന് നീ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നുവോ അന്ന് നീ ശബ്ദൻ. അന്ന് എൻ്റെ കിനാവും നിന്റെ കനിവും ഈ ഭൂതലത്തിൽ കെടും. ഇനി നിന്റെ ഇണ ഉണർന്നു വരും ദീർഘായുസ്സോടെ. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ആകാശത്തിലെ പറവജാതിയുടെ മേലും സമുദ്രത്തിലെ മത്സ്യത്തിനുമേലും സകല ഭൂചര ജന്തുക്കളുടെ മേലും അധിപരായി വാഴുവിൻ. പരിശുദ്ധനായ ദൈവമേ അങ്ങേക്ക് സ്തുതി. പരിശുദ്ധനായ ദൈവമേ അങ്ങേക്ക് സ്തുതി. പരിശുദ്ധനായ ദൈവമേ അങ്ങേക്ക് സ്തുതി. പരിശുദ്ധനായ ദൈവമേ. അത് നന്നായി. ഇവളില്ല എങ്കിൽ എന്റെ ലക്ഷ്യം വ്യർത്ഥമാകും. ഇവൾ സ്നേഹമാകും. കലഹത്തിന് കാരണവും ഇവളാവും. ഓ, ഏതനിൽ വിലക്കിയ വൃക്ഷം, അറിവിന്റെ കനി. നിന്റെ കനി തിന്നിട്ട് നാളുകളേറെയായി. സാത്താനോടാ നിന്റെ കളി. നീ ഏറെ ദുഃഖിക്കും. മനുഷ്യന് വേണ്ടി അവന്റെ ബോധവൃക്ഷം കൊള്ളാം. അവന്റെ സന്തതികളെ കൊണ്ട് നിന്നെ ഞാൻ തുണ്ടം തുണ്ടമാക്കും. നിന്റെ ശിഖരങ്ങൾ ആയുധങ്ങൾക്ക് പിടിയാകും. അന്ന് നീ എന്നെ അറിയും. കായൻ, നീ എന്തിനാണ് എന്റെ ആടിന്റെ കാലൊടിച്ചത്? നീ ഇത് കണ്ടോ? നിന്റെ തള്ളയാട് എന്റെ ഒലിവ് ചെടിയുടെ കമ്പൊടിച്ചത്. ആ ചെറിയ കമ്പൊടിച്ചതിനാണോ നീ അതിന്റെ കാലൊടിച്ചത്? അത് നോക്ക്, അത് എത്രയധികം കഷ്ടപ്പെട്ടാണ് അതിന്റെ കുഞ്ഞിന് പാല് കൊടുക്കുന്നതെന്ന്. എന്റെ കൃഷിഭൂമിയിലെ ഒരു ചെടിയുടെ ഇല പോലും നശിക്കുന്നത് ഞാൻ സഹിക്കില്ല. അതതിന്റെ ആഹാരമാണെന്ന് കരുതി കഴിച്ചതാകും. അതിനറിയുമോ ഇത് നിന്റെ കൃഷിയാണെന്ന്? അറിയണം, നീ അതറിയണം. നിന്റെ ആ തള്ളയാട് ഞൊണ്ടി ഞൊണ്ടി നടക്കുമ്പോൾ നിനക്ക് ഓർമ്മ വരും. അന്ന് നീ നിന്റെ ആടുകളെ സൂക്ഷിക്കും. നീ ഒരു ദുഷ്ടൻ തന്നെ. ആബേ, ഒന്ന് ഞാൻ നിന്നോട് പറയാം. ഇനി മുതൽ നീ നിന്റെ ആടുകളെ ആ കാണുന്ന കാട്ടോട് മലകൾക്കപ്പുറം മേയിച്ചാൽ മതി. ഈ താഴ്വരയിലോ എന്റെ കൃഷിയിടത്തിലോ വന്നാൽ അവറ്റയുടെ കാര്യം തന്നെ പിടിക്കും. നിന്റെ കടന്ന് പോന്നെ ബന്ധുണ്ട്. കായൻ, 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 എന്തിനാണ് ഈ ചീഞ്ഞളിഞ്ഞ കായികനികൾ? ദൈവത്തിന് ബലി നൽകാൻ. ദൈവത്തിന് ബലി നൽകാനോ? ഇത്തവണ നിനക്ക് പതിവിലേറെ വിളവ് ലഭിച്ചില്ലേ? എന്നിട്ടും അത് നിനക്കേക്ക് ദൈവത്തിനുള്ളത് ഇതാണോ? നീ വിട്ടി. ദൈവത്തിന് എന്ത് നല്ലതും ചീത്തയും. നല്ല കാര്യം നമുക്ക്. ആട്ടെ, നീ എന്താണ് ബലി നൽകുന്നത്? ഞാൻ എന്റെ പറ്റത്തിലുള്ളതിൽ ഒരു നല്ല കുഞ്ഞാടിനെ. നിനക്ക് ആ തള്ളയാടിനെ കൊടുത്തൂടെ? ആ മുടന്തിയാടിനെ. ഇതുകൊണ്ട് ഇനി എന്ത് കാര്യം? ഇത് വളർന്ന് വലുതാകുമ്പോൾ നിനക്ക് ധാരാളം കുഞ്ഞുങ്ങളെ തരില്ലേ? നിന്റെ വിശ്വാസം ന്യായമല്ല കായൻ, അത് പാപമാണ്. ഓ,
പരിശുദ്ധനായ ദൈവമേ, അങ്ങ് എന്റെ ബലി സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ ധന്യനായി, ഞാൻ ധന്യനായി. കായേ, നീ വിഷമിക്കാതിരിക്കും. ഇന്ന് ഞാൻ സഹായിക്കാം. അവനെന്നും അങ്ങനെയാണ്. പക്ഷപാതിയാണ് അവൻ. വെറുമൊരു കരി തിന്നതിന് നിന്റെ മാതാപിതാക്കളെ ഏതിൽ നിന്ന് അവൻ പുറത്താക്കി. ഇന്ന് നീ ജ്യേഷ്ഠനായിരിക്കെ നിന്റെ അനുജന്റെ ബലിയല്ലേ അവൻ സ്വീകരിച്ചത്. ആബേലിനോടാണ് അവൻ സ്നേഹം. നിന്നോട് വെറുപ്പാണ്. അതിന് ഞാനെന്ത് ചെയ്യണം? നീ എന്റെ കൂടെ വാ, ഞാൻ പറയാം. കായൽ, നീ നിന്റെ സഹോദരനെ എന്തു ചെയ്തു? എനിക്കറിയില്ല. ഞാനെന്താ എന്റെ സഹോദരന്റെ കാവൽക്കാരനോ? നിന്റെ കൈകളിൽ നിന്നും നിന്റെ സഹോദരന്റെ രക്തം ഏറ്റുവാങ്ങാൻ വായ് പിളർന്ന നീ ഈ ഭൂമിയിൽ ശപിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ, 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 ആമേൻ. അവൻ മരിച്ചിരിക്കുന്നു. നീ നിന്റെ സഹോദരനെ കൊന്നു. നീ പറഞ്ഞിട്ടല്ലേ, നീ പറഞ്ഞിട്ടല്ലേ. ദൈവസമ്മതൻ മരിച്ചിരിക്കുന്നു. തിരസ്കരിക്കപ്പെട്ട നീയോ വിജയിച്ചിരിക്കുന്നു. കായേ, നീ എന്റെ കൂടെ വന്നാൽ മരണമില്ലാത്ത ലോകം നിനക്കുള്ളതാകും. ആബേൽ, 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 കായൽ, ആരിത് ചെയ്തു? എന്തിനിത് ചെയ്തു? ശപിക്കപ്പെട്ട സാത്താനെ, നീ കാരണം എന്റെ പൊന്നു മോൻ കടന്നു പോയെന്റെ മുമ്പിൽ നിന്ന്. കായേ, നീ എന്റെ കൂടെ വാ, മരണമില്ലാത്ത ലോകത്തേക്ക്. അരുത് കായൽ, നീ ആ ശപിക്കപ്പെട്ടവനോട് പോകരുത്. നമുക്ക് വന്ന എല്ലാ പ്രശ്നങ്ങളും അവൻ നിമിത്തം. നീ ആ ശപിക്കപ്പെട്ടവനോട് പോകരുത്. നീ എന്റെ കൂടെ വാ, നിനക്കമരനാവാം. യുഗയുഗാന്തരങ്ങൾ തലമുറകളിലൂടെ കൈമാറിയ ഈ ആദ്യ കഥ അറിയാത്തവരായി ആരുണ്ട്? എന്നിട്ടും നമ്മൾ എന്തേ പരസ്പരം ചോര ചിന്തുന്നു? ഹേ പ്രേക്ഷക, ശപിക്കപ്പെട്ട സാത്താനും കായേനും വീണ്ടും ഒരു രക്തച്ചൊരിച്ചിലിന് തക്കവും പാർത്ത് നമ്മുടെ ഇടയിൽ എവിടെയെങ്കിലും കാണും. അവരെ സൂക്ഷിക്കുക, അവരെ സൂക്ഷിക്കുക, അവരെ സൂക്ഷിക്കുക.